ചങ്ങായിമാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് സംഘികൾ ചാനൽ ചർച്ചകളിൽ തൂറി എറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുതിയൊരു കലാകാരനെ കുറിച്ചാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. സംഘികൾ പണ്ടൊക്കെ തൂറി എറിയാൻ ഉപയോഗിച്ച ഒരു കലാകാരൻ എന്ന് വെച്ചാൽ നമ്മൾ ടോർച്ച് സുരേഷാണ്. ടോർച്ച് സുരേഷിന്റെ വെളിച്ചൊക്കെ കുറഞ്ഞ് നല്ലോണം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവന്ന സാമാനാണ് ഈ ഉല്ലാസ് ബാബു. ചാനൽ ചർച്ചയിലൊന്നും ഒന്നും ആകൂല, ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയില്ല, അത്തും വിത്തും പറയും, ലാസ്റ്റ് ഒന്നും തിരിയില്ല എന്ന് കാണുമ്പോ അതായത് തന്റെ സംഘികൾക്ക് വേണ്ടി തന്റെ സംഘികളുടെ ഹീറോയെ ഞാൻ മാറാൻ പാടില്ലെന്ന് വെച്ചിട്ട് തൂറി എറിയും. സംഘികൾ എന്താക്കും, ഇത് കട്ടാക്കിട്ട് ഉല്ലാസേട്ടന്റെ മാസ്, ഉല്ലാസേട്ടന്റെ പൂസ്, ഉല്ലാസേട്ടന്റെ ഉണ്ടയാണ്. ഉല്ലാസേട്ടൻ ചാനൽ ചർച്ച പോയിട്ട് തൂറി തുന്നം പാടുന്നത് മാസാക്കി ഇടാൻ വേണ്ടി കുറെ തൂറി എറിയൽ ചാണക സംഘികളും. ഇന്നലെ നമ്മളെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഈ ഉല്ലാസ് ബാബുവിന്, ചാണകങ്ങളുടെ ഉല്ലാസ് ബാബുവിന് കെട്ടിന്റെ പണി കൊടുത്ത് നല്ലോണം അണ്ണാക്ക് തന്നെ കൊടുത്ത് ലാസ്റ്റ് ഒന്നും മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞിട്ട് മൂപ്പര് ചാനൽ ചർച്ച തൂറി എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. എറിയൽ വരാകുന്നില്ല. ലാസ്റ്റ് നാണം കെട്ടിട്ട് മൈക്ക് കൊടുത്തെറിഞ്ഞിട്ട് ഒരൊറ്റ പോക്ക്, ഞാനില്ലായി കളിക്കുന്നത്, തന്നെ കൂട്ടണ്ടായി കളിക്കുന്നു. എന്നിട്ട് ഈ വേട്ടാവളിനെ സംഘികൾ മാസാക്കി കൊണ്ടു കിടക്കുന്നു. നമുക്കെന്തായാലും ഈ ചൊറിയൻ ഉല്ലാസ് ബാബുവിന്റെ ചൊറിച്ചിലിന് കാരണമായ ആദ്യത്തെ വീഡിയോ കാണാം. ഇവർ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ ലജ്ജയില്ലേ എന്നതായിരുന്നു ചോദ്യം. പക്ഷെ അവർ പറയുന്ന മറുപടി നേരത്തെ ജാമ്യം കിട്ടുമായിരുന്നു, നിങ്ങൾ അവിടെ പ്രതിഷേധിക്കാതിരുന്നുവെങ്കിൽ. അരുൺകുമാറിന്റെ പോലെ നല്ല ഷർട്ടും ട്രൗസറും ഇട്ട് നുണ ഉല്ലാസ് ബാബു, എന്റെ അവസരമാണ്. ഈ ചർച്ചയിൽ ഏറ്റവും അവസാനത്തെ ഊഴമാണ് എന്റേത്. എനിക്ക് ഉല്ലാസ് ബാബുവിന് ഒന്നും ഇപ്പൊ മനസ്സിലാവുന്നില്ല, ഒന്നും അങ്ങോട്ട് തിരിയുന്നില്ല. ഡോക്ടർ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഉല്ലാസ് ബാബുക്ക് ഒന്നും തിരിയുന്നില്ല. ഞാൻ തിരിച്ചു വരാം. ഷിബു മീരാൻ തുടരാം. ഒന്നാമത് ആരാന്റെ സമയത്ത് കയറിയിട്ട് നടപെടുക, ഇവന്റെ സമയത്ത് ആർക്കും കയറിക്കൂടാ. പിന്നെ നമ്മൾ അരുൺകുമാർ പറഞ്ഞവരെ ബിജെപിന്റെ പുതിയ പുനഃസംഘടനയിൽ ഉല്ലാസ് ബാബുവിന് ഒന്നും കൊടുത്തില്ല. വെറുതെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നിങ്ങൾ തൂറി മെഴുകുക, ആ സ്ഥാനം കൊടുത്തുള്ളൂ, വേറെ ഒന്നും കൊടുത്തില്ല. കൊടുത്തത് നമ്മൾ അനൂപ് അന്വേഷിക്കാന്ന്. ഇന്നലത്തെ നമ്മളെ കുമ്മനടി അനൂപാട്ടിനില്ലേ, അനൂപടി മേൻ, ഓനാന്ന് കൊടുത്തിന്. ഈ ചങ്ങ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഉള്ളാളെ തെളിച്ചും തണ്ടക്കും തള്ളക്കും വിളി മൊത്തം ഇവൻ കേട്ടിട്ട് പോണം. ഇവനൊരു സ്ഥാനവും കൊടുത്തില്ല. അതിന്റെ ചൊറിച്ചിലുണ്ട് ഇവന്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഈ ചർച്ചയിൽ ആദ്യം തന്നെ നമ്മളെ CPM ജോൺ ബിട്ടാസും പിന്നെ മുസ്ലിം ലീഗിന്റെ ഷിബു മീരാനും കൂടിയിട്ട് ഈ സംഘിക്ക് അണ്ണോക്ക് നല്ലോണം കൊടുത്തിന്. അപ്പൊ ഒന്നും മറുപടി ഒന്നും ഇവർക്ക് ചോദിക്കുന്നതിനൊന്നും മറുപടി കൊടുക്കാനില്ല. അപ്പൊ പിന്നെ അരുൺകുമാറിന്റെ മേത്തെ കയറാം. അതാണല്ലോ സംഘിയുടെ മെയിൻ പരിപാടി. അവതാരകന്റെ മേത്ത് കയറിയ തൂറി എറിയ എന്നിട്ട് ഈ ചർച്ച കൊളാക്കുക. ആദ്യം നമുക്ക് മുസ്ലിം ലീഗിന്റെ ഷിബു മീരാൻ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ ഈ സംഘിയുടെ തൂറി എറിയിലേക്ക് എത്താം. എനിക്ക് ആകെ പറയാവുന്ന ഒരു കാര്യം, ഞങ്ങള് സ്വത്വത്തിന്റെ പേരിൽ, ഐഡന്റിറ്റിയുടെ പേരിൽ വേട്ടയാടപ്പെടുന്നവർ മനുഷ്യരുടെ ഹൃദയഭാരം നന്നായി അറിയുന്നവരാണ്. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ഈ തിരുവസ്ത്രത്തിന്റെയും കൈലേന്തിയ ജപമാലയുടെയും പേരിൽ വേട്ടയാടപ്പെട്ട അവരോട് ഞങ്ങളുടെ പ്രസ്ഥാനം എല്ലാ ആഴത്തിലും ഐക്യദാർഢ്യപ്പെട്ട് നിൽക്കുന്നു. ഇതിനൊരു അറുത്തി വരുത്താൻ ഇന്ത്യയിൽ തിടം വെച്ച് നിൽക്കുന്ന വർഗീയ ഫാഷിസം എന്ന അധികാരത്തെ നമ്മൾ മനുഷ്യരാകെയും ഒറ്റക്കെട്ടായി നേരിടുകയല്ലാതെ നിവൃത്തിയില്ല. ഈ സാരോപദേശത്തിന്റെ ഭാഷ അവർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ആശങ്കയുണ്ട്. അത് ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളാണ് ഉയർന്നു വരേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉല്ലാസ് ബാബു മറുപടി. അല്ല, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്റെ അരുൺകുമാർ, നിങ്ങൾ ഇത് പൊക്കി പിടിച്ച് നടന്ന് കാവടി അടി തുടങ്ങിയിട്ട് കുറെ കാലം ഒരു സംഭവമില്ല. ഛത്തീസ്ഗഡ് സർക്കാർ, കേന്ദ്ര സർക്കാർ, ബിജെപിയുടെ കേരള നേതൃത്വം വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അത് നാളികേറിട്ടിട്ടുണ്ട്. അത് പറക്കിക്കൊണ്ട് ഓടാനായിട്ട് കോൺഗ്രസ് റോജി കൂടി അവിടെ നടപ്പാക്കി. അതുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനൊന്നും സംഭവം കണ്ട ഇങ്ങനെ മനപ്പാടാക്കിയ സംഭവം ഇങ്ങനെ പറയുന്നു. കാരണം വാട്സപ്പിൽ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ മനപ്പാടം പഠിച്ചിട്ട് പറയുന്നതാണ്. അല്ലാണ്ട് ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. നോക്കി പിടിക്കാൻ നിങ്ങൾ നോക്കി. നിങ്ങൾ 4 ദിവസമായിട്ട് കൊണ്ട് നടന്ന അത് പൊളിഞ്ഞു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ്. കാരണം ഇത് 4 ദിവസം കൊണ്ട് തീറ്റയായിട്ട് കൊണ്ട് ഓടി വൈകാരികമായിട്ട് ഉപയോഗിക്കാന്നായിരുന്നു വിചാരിച്ചത്. നടന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്തേണ്ടവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അനൂപ് ആന്റണിയെ മാലയിട്ട് സ്വീകരിച്ച് ഷോളിട്ട് സ്വീകരിച്ചപ്പോൾ ഭക്ഷണം കൂട്ടം നിങ്ങൾ പറഞ്ഞത് എന്തിന് ഇയാളെ സ്വീകരിക്കണം? അവർ മാലയിട്ടോ വെള്ളം കൊടുത്തിട്ടോ കോണം കെട്ടിട്ടോ എങ്ങനെയോട് സ്വീകരിച്ച് താങ്കൾക്കെന്നത് കുഴപ്പമൊന്നേ. ഞങ്ങളുടെ അനൂപാനെ കുറിച്ച് ഞങ്ങളുടെ കുമ്മനത്തെ അല്ല കോണകോ എന്തിനാ അരുൺകുമാറിന് ചൊറിഞ്ഞ? അരുൺകുമാർ ആരാണ്? ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കുമ്മനം രാജശേഖരനെയും അനാവശ്യമായി പറയാ. ഹു ആർ യു? നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന പരിമിതിക്കുള്ളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ. അനാവശ്യമായി വലിഞ്ഞു കയറുന്ന ആളുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചു. എനിക്കറിയേണ്ട ഒരു കാര്യം
താങ്കൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ? ഛത്തീസ്ഗഡിലെ ബി.ജെ.പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? ഛത്തീസ്ഗഡിലെ ബി.ജെ.പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഛത്തീസ്ഗഡിലെ ബി.ജെ.പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ താങ്കൾക്ക്? കഴിഞ്ഞ 40 മിനിറ്റായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്നും താങ്കൾക്ക് പറയാനില്ലേ? ഛത്തീസ്ഗഡിലെ ബി.ജെ.പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? 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 അത് കേട്ടില്ല ഉല്ലാസ് ബാബു, അത് കേട്ടില്ല. മാനവ തസ്കരവും കെ ചരണോമേ, ആരാണ് മാനവ തസ്കരും? ജനങ്ങളെ തമ്മി തല്ലിച്ചു. ആരാണ് മാനവ തസ്കരും? അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന താങ്കൾ ആരാണ് മാനവ തസ്കരും? ഇന്ന് ജാമ്യം കിട്ടിയതിനുള്ള വീർപ്പും ആരാണ് മാനവ തസ്കരും? കാണിച്ചത് അനൂപ് ആന്റണിയെ കാണുമ്പോ ചൊറിയണ്ട. ആരാണ് മാനവ തസ്കരും? കുമ്മനം രാജശേഖരനും ഹെഡ്സെറ്റ് ഊരി കളഞ്ഞിട്ടാണ് ഉല്ലാസ് ബാബുവിന്റെ പ്രകടനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണൂ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണൂ. ഛത്തീസ്ഗഡിലെ ബി.ജെ.പി, അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചുള്ളൂ. ഹെഡ്സെറ്റ് ഊരി കളഞ്ഞ ആളുടെ ശബ്ദം പിന്നെ നമ്മൾ എന്തിനാ കേൾപ്പിക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ടും കൂടി കേൾക്കാൻ പറ്റണ്ടേ? ഇത് ബി.ജെ.പിയുടെ മൻ കി ബാത്ത് അല്ലല്ലോ, ഉല്ലാസ് ബാബുവിന്റെ മൻ കി ബാത്ത് അല്ലേ ഈ പരിപാടി? ഉല്ലാസ് ബാബുവിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉല്ലാസ് ബാബു, ഈ മാനവ തസ്കരും കെ ചരണോമേയും കോൺഗ്രസ് പാർട്ടി പോയി, ആ ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി. മാനവ തസ്കരവും കെ ചരണോമേയും കോൺഗ്രസ് പാർട്ടി, മാനവ തസ്കരവും എന്നെഴുതി ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോ ഇട്ട് പ്രദർശിപ്പിച്ചത് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടിയാണ്. ഛത്തീസ്ഗഡിലെ ബി.ജെ.പി പാർട്ടിയും ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയും ഒന്ന് തന്നെയാണോ? ഒറ്റ ചോദ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഉല്ലാസ് ബാബുവിന് മറുപടിയില്ല. പ്രേക്ഷകർക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ആ ഫ്രെയിം കാണാം. അവിടെയാണ് ബി.ജെ.പിയുടെ നേതാവ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉണ്ടായിരുന്നത്. അതൊരു സാങ്കല്പിക ഉത്തരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഉത്തരം പറയാൻ ആ കസരയിൽ ഉല്ലാസ് ബാബു ഇല്ല. ഉല്ലാസ് ബാബു ചത്തിട്ട് ഉല്ലാസ് ബാബുവിന്റെ ബോഡി സംഖ്യകൾ തൂക്കിക്കൊണ്ടുപോയി. ഇവൻ പറഞ്ഞിട്ടില്ല ഇവന്റെ നേതാക്കന്മാരെ അപഹസിച്ചു. ഈ ചാണക സംഖ്യ വന്നിട്ട് ലോകത്തുള്ള എല്ലാ നേതാക്കന്മാരെയും തെറി വിളിക്കലാണ്. ഇവനെന്ത് പുച്ഛാന്നറിയാം. മറ്റുള്ള നേതാക്കന്മാരെ, ഇവന്റെ സംഘി നേതാക്കന്മാരെ പറയും മാത്രം തേനൊലിക്കും. ബാക്കി എല്ലാ നേതാക്കന്മാരെയും, കോൺഗ്രസിന്റെ ആയാലും CPM-ന്റെ ആയാലും ശരി, ആരെ വേണമെങ്കിൽ ഇവനെ തെറി വിളിക്കാം. തിരിച്ച് ഇവന്റെ നേതാക്കന്മാരെ ഒന്ന് ട്രോളുമ്പോഴത്തേക്കും ഇവന്റെ കുരുവങ്ങ് പൊട്ടി ഒലിക്കുന്ന ഈ നാറി, ഈ ചാണക സംഖ്യന്റെ അരുൺകുമാറിന്റെ പോസ്റ്റ് ഉണ്ടല്ല, ഇപ്പൊ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് മൊത്തം നാറ്റിക്കുന്നു. അനൂപടി എന്ന് പറഞ്ഞിട്ട് ഈ അരുൺകുമാർ പോസ്റ്റ് ഇട്ടോണ്ട് അനൂപ് ആന്റണി നാണം കെട്ടിട്ടുള്ളതെന്ന്. ഈ അരുൺകുമാർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട വിവരം, അതായത് അനൂപടി എന്നൊരു സംഭവം, ഈ കുമ്മനടിക്ക് പകരം അനൂപടി തുടങ്ങിയ സംഭവം അറിയാത്ത ആളവരെ ഈ നാറി വന്നിട്ട് അറിയിച്ചിട്ട് ഇവന്റെ ആ ദേഷ്യം ഉണ്ടല്ലോ, സ്ഥാനമൊന്നും ഇവന് കിട്ടാതിരിക്കുകയും അനൂപ് ആന്റണിക്ക് BJP നല്ല സ്ഥാനം കൊടുക്കുകയും ചെയ്ത ഒരു ചൊറിച്ചിലുണ്ടല്ലോ, ആ ചൊറിച്ചിലും കൂടി ഇതിന്റെ ഇടയ്ക്ക് തീർക്കുന്നു. അല്ലാണ്ട് അനൂപ് ആന്റണിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇവന് ഈ കാണിക്കുന്നത്. പിന്നെ ഒന്നാമത് ഇവന് മറുപടി ഇല്ല, ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഇവന്റെ ചാണക സംഖ്യകളുണ്ടല്ലോ, ഇവനെ ഹീറോ ആക്കി നടക്കുന്ന, ഈ കിട്ടത്തിനെ ഹീറോ ആക്കി നടക്കുന്ന ചാണക സംഖ്യകൾ മുന്നിൽ നാറും. അപ്പം പിന്നെ ഇവന്റെ ഗുരുവായ ടോർച്ച് സുരേഷില്ല, ചാണക സുരേഷിന്റെ പരിപാടി തന്നെ, ഗുരു പഠിപ്പിച്ചത് തന്നെ തൂറി എറിയുക, ആ പരിപാടിയൊക്കെ നടത്തുന്നു. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ആ ചർച്ചയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, ആ സ്ത്രീന്റെ മുന്നിൽ നിന്ന് ഇവന്റെ കോണക കഥ പറയുന്നു. പിന്നെ സംഘികൾ പിന്നെ അത്രയല്ലുള്ളൂ, അവർക്കെല്ലാം കോണക കഥയായാലും എന്ത് വൃത്തികെട്ട കഥയും അതൊന്നും എവിടുന്ന് പറയണം എവിടെ പറയണം എന്നുള്ള സംഭവമൊന്നുമില്ല. എല്ലാരും മുന്നിലും ഈ വൃത്തികേട് പറയാൻ ഇവർ തയ്യാറാണ്. നിങ്ങൾ വിചാരിക്കുക സ്ത്രീകളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വൃത്തികേട് പറയുമ്പോൾ ഇവനൊന്നും ഉളുപ്പില്ലെന്ന്. ഉളുപ്പില്ലാത്തോണ്ടല്ലേ ഇവനെല്ലാം നമ്മൾ ചാണക സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. വേറെങ്ങളെന്ന് വിചാരിച്ചേ. പിന്നെ ഇവന്റെ എല്ലാം വർത്താനം കേട്ടതൊന്നും ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP വേറെയും, കേരളത്തിലുള്ള BJP വേറെയും, കേന്ദ്രം ഭരിക്കുന്ന BJP വേറെയും എന്നാണ്. ഇത് മൂന്നും BJP ആണ്. അങ്ങനെയാണ് നമുക്കിപ്പോ തോന്നുന്നത്. കാരണം ഇവന്റെ കൂടെയുള്ള ചാണക സംഖ്യയിലും ഡയലോഗ് പോട്ട് അങ്ങനെ തോന്നുക. അത് വേറെ BJP ആണ്, നമ്മൾ വേറെ BJP ആണ്. കേരളത്തിലുള്ള BJP പോയിട്ട് കന്യാസ്ത്രീമാരെ ജാമ്യത്തിലെടുത്ത് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തത് ഛത്തീസ്ഗഡിലുള്ള വേറൊരു BJP, നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരു BJP. ഇവരെ വർത്താനം കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നു നമുക്ക്. ഛത്തീസ്ഗഡിലെ BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലേ, മാനവ തസ്കർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കട്ടുകൊണ്ടുപോകുന്നവർ എന്നാണ്, മതം മാറ്റുന്നവർ എന്നല്ല, മനുഷ്യനെ കട്ടുകൊണ്ടുപോകുന്നത്. കന്യാസ്ത്രീമാർ അത്രമാത്രം അപമാനിക്കുന്ന വാക്കുകളാണത്. അത് ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരവില്ല, അത് ചോദിക്കുമ്പോൾ ഇവർക്ക് ഹിന്ദി അറിയേയില്ല. മുന്നേ പ്രധാനമന്ത്രി പറഞ്ഞ ഹിന്ദി ഇവർ മറന്നുപോയത് ഓർമ്മയില്ലേ? എല്ലാവരുടെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വെച്ചിട്ട് തരാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പം ആ ഹിന്ദി അങ്ങനെയല്ല, നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞ ഹിന്ദി അങ്ങനെയല്ല, നമ്മൾ കേട്ട ഹിന്ദി അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് തൂറി മെഴുകിയ ടീമാണ് ഈ BJPക്കാർ. അവർക്കിപ്പോ ഛത്തീസ്ഗഡിലെ BJP പോസ്റ്റ് ചെയ്ത ഹിന്ദി മനസ്സിലാകുന്നില്ല. അത് ചോദിക്കുമ്പോൾ ഈ BJPക്കാർക്കെല്ലാം മൊത്തം കൃമികടിയാണ്. എന്നിട്ട് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതി വെറുതെ വിട്ടപ്പം ഈ ചാണകങ്ങൾ വന്നിട്ട് കാണിക്കുന്ന ഷോ കാണുന്നില്ലേ, കെട്ടിപ്പിടുത്തവും ഉമ്മവക്കലി, എന്റെ പൊന്ന ഏതെല്ലാം തരം അഭിനയം. അതിന്റെ ഇടയ്ക്ക് അനൂപ് ആന്റണിന്റെ അനൂപടി, പുതിയ നാടകങ്ങളും പുതിയ കലാപരിപാടികളല്ലേ കേരളത്തിലെ ജനങ്ങൾ അതിന്റെ ഇടയ്ക്ക് കാണുന്നത്. എന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ തൂറി എറിയുക, തെറി വിളിക്കുക, കോണകം പൊന്തിച്ച് കാണിക്കുക.
ഇതാണ് ഈ സംഖ്യകളുടെ പരിപാടി. ഇതെല്ലാം നല്ലവരായ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയത്, അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവരെ തൂറിയെറിയൽ പരിപാടിയിൽ ആദ്യം മനസ്സിലാക്കിയതാണ്. ഇവരെയും കാസയും ചുരുട്ടി കേരളത്തിൽ എറിയേണ്ട എല്ലാ ചുമതലയും ഇനി ക്രിസ്ത്യാനികൾക്കാണ്. അതുകൊണ്ട് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരുമിച്ച് നിന്നിട്ട് ഇതുപോലെയുള്ള കോണക ഉല്ലാസ് ബാബു ചാണകങ്ങളെ ഈ കേരളത്തിൽ നിന്ന് എടുത്തെറിയാം. അപ്പൊ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും ഉല്ലാസ് ബാബുവിന്റെ കോണകമില്ലാത്ത ഒരു സുലാമി.